ഹലോ ഗൈസ്, അപ്പം നമ്മൾ കാത്തുക്കുട്ടീൻ്റെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് ഇന്ന്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാന്ന്. കാത്തു നമ്മളെവിടെയാണ് പോകുന്നത്? അപ്പോൾ ഇതാണ് നമ്മളെ കാത്തുക്കുട്ടീൻ്റെ അംഗനവാടി. നമ്മൾ പൊടി വാങ്ങാനും അതിനല്ലേ അംഗനവാടിയിൽ ഇടക്കിടക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഓളയായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ വേറെ തന്നെ രസമുണ്ട്. അപ്പോൾ ഓളെ പൂ കൊടുത്തിട്ട് അംഗനവാടിയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ കുറേ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളുടെ പ്രവേശനോത്സവം മാത്രമല്ല, അംഗനവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സെൻഡ് ഓഫും കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക് ഇന്ന് അംഗനവാടിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു. ഇത് പായസവും ലഡു മുട്ടായി അങ്ങനത്തെ എല്ലാം. അതല്ലാണ്ട് കുറേ മത്സരങ്ങളും ഉണ്ടേനും. ഈ കുട്ടികളെ കസാര കളി ഉണ്ടേനും. അത് കഴിഞ്ഞിട്ട് വലിയ കസാര കളി ഉണ്ടേനും. ഞാനെല്ലാം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പൊട്ടീന്. പിന്നെ നാരങ്ങ സ്പൂണ് അങ്ങനെ കുറേ മത്സരം എല്ലാം ഉണ്ടേനും. എന്തായാലും നല്ല രസം ഉണ്ടായിന്. മത്സരം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ മക്കൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിന്. നെയ്ച്ചോറും ചിക്കൻ കറിയേനു. മക്കൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു ഫുഡ്. ആടുന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിന്. ഇന്ന് പ്രവേശനോത്സവം മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം പഠിച്ച ബാച്ചിലെ പിള്ളേർ പോകുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ് ആണ്. കേക്കും അങ്ങനെ ചായക്കടിയെല്ലാം ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിന്. ഓരോ രക്ഷിതാക്കളാക്കി കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിന്. അതുപോലെ ഇന്ന് പുതിയതായിട്ട് ചേരാൻ വന്ന കുട്ടികൾക്കും അതേപോലെ പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്കും എല്ലാം ഗിഫ്റ്റും ഉണ്ടായിനേനു. അങ്ങനെ നമ്മൾ അംഗനവാടിയിൽ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ പാടെ കാത്തുകുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ കാത്തുകുട്ടി ഗിഫ്റ്റ് കിട്ടിയേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ കാത്തുകുട്ടീൻ്റെ അംഗൻവാടിയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാം. ബൈ.